നമ്മുടെ മലയാളീസിൻ്റെ ഫേവറേറ്റായ കപ്പയും നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ബീഫും എങ്ങനെ പൊളിക്കില്ലേ? അതിനു വേണ്ടിയിട്ട് 1/2 കിലോ നല്ല നെയ്യുള്ള ബീഫും 1 കിലോ നല്ല വെന്തുടയണ കപ്പയും 3-4 സവാളയും കുറച്ച് ചെറിയുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 1/2 മുറി തേങ്ങയും എടുക്കുക. എന്നിട്ട് കപ്പ ചെറിയ കഷ്ണങ്ങളായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക. ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് സവാളയും ചെറിയുള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും കപ്പ നല്ല വെന്തുടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നല്ല വാടി വന്ന സവാളയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലോണം വഴറ്റിയിട്ട് കുക്കറിലേക്ക് ബീഫും ഈ വഴറ്റിയ മസാലയും ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് 1/2 മുറി തേങ്ങ ചിരകിയതും ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. ബീഫ് നല്ലോണം വെന്ത് വന്നാൽ വേവിച്ച് വെച്ച കപ്പയിലേക്ക് ഈ ബീഫ് വേവിച്ചത് ഇട്ടുകൊടുത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് സവാള അരിഞ്ഞതും വറുത്ത് വെച്ച തേങ്ങയും ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സാക്കി അതിന് മേലെ കുറച്ച് ഗരം മസാലയും കൂടി അങ്ങ് തൂക്കി കൊടുക്കുക. സംഭവം റെഡി. സെർവ് ചെയ്യണ സമയത്ത് കുറച്ച് മല്ലിയിലയും സവാള കട്ട് ചെയ്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ സ്വർഗം.